BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. തിരുവനന്തപുരം കോർപ്പറേഷനിലെ സത്യപ്രതിജ്ഞാ വിവാദത്തിൽ ബിജെപിക്ക് തിരിച്ചടി കിട്ടിയിരിക്കുകയാണ്. ബിജെപിയുടെ 20 കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവാണെന്നാണ് ഹൈക്കോടതി വിധി. 4 ആഴ്ചക്കകം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാനാണ് ഹൈക്കോടതി ഉത്തരവ്. CPM നേതാവും കൗൺസിലറുമായ SP ദീപക് നൽകിയ ഹർജിയിലാണ് ഇത്തരമൊരു കോടതി ഉത്തരവ് വന്നിരിക്കുന്നത്. ബിജെപിയുടെ 20 കൗൺസിലർമാർ ദൈവങ്ങളുടെയും ബലിദാനികളുടെയും പേരിൽ സത്യപ്രതിജ്ഞ നടത്തിയതാണ് വിവാദമായത്. സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനുള്ള ചട്ടം ലംഘിച്ചുകൊണ്ടുള്ളതാണ് ഇവരുടെ സത്യപ്രതിജ്ഞ എന്നാണ് കോടതി വിലയിരുത്തിയത്. അതിനാലാണ് സത്യപ്രതിജ്ഞ റദ്ദാക്കുകയാണെന്ന് കോടതി വിധിച്ചത്. കൂടാതെ 1994 കേരള മുനിസിപ്പാലിറ്റി നിയമം അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ജനപ്രതിനിധി ദൈവനാമത്തിൽ അല്ലെങ്കിൽ സഗൗരവം മാത്രമാണ് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടതെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. ഇതിന് വിപരീതമായി വ്യക്തികളുടെയോ ഇഷ്ടദാതാക്കളുടെയോ രക്തസാക്ഷികളുടെയോ പേരുകൾ കൂട്ടിച്ചേർത്ത് പ്രതിജ്ഞ ചെയ്യുന്നത് ചട്ടലംഘനമാണ്. ഔദ്യോഗിക സത്യപ്രതിജ്ഞാ വാചകങ്ങളിൽ മാറ്റം വരുത്താനോ സ്വന്തം ഇഷ്ടപ്രകാരം കൂട്ടിച്ചേർക്കലുകൾ നടത്താനോ സഭാംഗങ്ങൾക്ക് നിയമപരമായി അധികാരമില്ലെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. അതേസമയം ചട്ടം ലംഘിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത BJP കൗൺസിലർമാരെ അയോഗ്യരാക്കണമെന്ന് LDF പാർലമെന്ററി പാർട്ടി നേതാവ് കൂടിയായ SP ദീപക് ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കോടതി സത്യപ്രതിജ്ഞ അസാധുവാക്കുകയാണ് ചെയ്തത്. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ഉൾപ്പെട്ട ബെഞ്ചാണ് ഈ നിർണായക വിധി പുറപ്പെടുവിച്ചത്. എന്നാൽ സത്യപ്രതിജ്ഞാ ലംഘനം കോൺഗ്രസിനും തിരിച്ചടിയായിട്ടുണ്ട്. വടക്കഞ്ചേരി പഞ്ചായത്ത് അംഗം സുനിൽ ചുവട്ടുപാടത്തിന്റെ സത്യപ്രതിജ്ഞയും ഹൈക്കോടതി അസാധുവാക്കിയതോടെയാണ് ഇത്. സുനിൽ സത്യപ്രതിജ്ഞ ചെയ്തത് ഉമ്മൻചാണ്ടിയുടെ പേരിലായിരുന്നു. BJPയുടെ സത്യപ്രതിജ്ഞയിൽ അസാധാരണമായ ഒന്നുമില്ലെന്നായിരുന്നു വിവാദങ്ങളോട് അന്ന് ഇവർ പ്രതികരിച്ചിരുന്നത്. നിലവിൽ വട്ടിയൂർക്കാവ് പോലീസ് രജിസ്റ്റർ ചെയ്ത വധശ്രമ കേസിന് പിന്നാലെ കാപ്പ ചുമത്തപ്പെട്ട് ജയിലിലായ R സുഗതനും സത്യപ്രതിജ്ഞ അസാധുവായിട്ടുണ്ട്. ഗുരുദേവ നാമത്തിലായിരുന്നു സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്തത്. ഇതോടെ ജയിലിൽ കഴിയുന്ന സുഗതൻ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവാദം തേടി കോടതിയെ സമീപിച്ചേക്കുമെന്നാണ് വിവരം. അതേസമയം കോടതി വിധിയെ പൂർണ്ണമായും അംഗീകരിക്കുകയാണ് മേയർ VV രാജേഷ്. കോടതി നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ തന്നെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ പൂർത്തിയാക്കുമെന്നും ഇതിനായി കൗൺസിലർമാരുമായി ആലോചിച്ച് പുതിയ തീയതി തീരുമാനിക്കുമെന്നുമാണ് VV രാജേഷ് വ്യക്തമാക്കിയത്. ചില കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്തതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുൻപാകെ ഒരു കേസ് നിലവിലുണ്ടായിരുന്നു. ഇന്ന് ആ കേസിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധി പറഞ്ഞിരിക്കുകയാണ്. കേസിൻ്റെ വാദം ആരംഭിച്ച സമയത്ത് തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ചില നിരീക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വിധി വന്നതിന് ശേഷം ആ കൗൺസിലർമാരൊക്കെ ആയിട്ട് മേയർ എന്നുള്ള നിലയ്ക്ക് ബന്ധപ്പെട്ടു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അവർ സത്യപ്രതിജ്ഞ ചെയ്യണം എന്നുള്ള നിലപാടാണ് ഹൈക്കോടതി സ്വീകരിച്ചിരിക്കുന്നത്. ഹൈക്കോടതി ഉത്തരവിൽ അങ്ങനെ ഒരു നിരീക്ഷണമുണ്ടെങ്കിൽ അതിന് മറുപടി പറയാൻ മേയർ എന്നുള്ളതിലേക്ക് ബാധ്യസ്ഥനാണ്. ഞങ്ങൾ ഹൈക്കോടതി ഉത്തരവിനെ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നു, അനുസരിക്കുന്നു. തീർച്ചയായിട്ടും അത് അജണ്ട എല്ലാം ഇപ്പോൾ തയ്യാറായിക്കൊണ്ട് ഇന്ന് വൈകുന്നേരം തന്നെ കൗൺസിലർമാർക്ക് അജണ്ട നൽകി തുടങ്ങും. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇവിടെ ഉണ്ട്. അതൊന്ന് ചേർന്ന് കഴിഞ്ഞാൽ അജണ്ട നൽകി തുടങ്ങും. അത് നേരത്തെ തന്നെ പറഞ്ഞാണല്ലോ. വളരെ മുമ്പ് തന്നെ 29 കൗൺസിൽ യോഗം പ്രിപ്പയർ ആയല്ലോ. അജണ്ട പ്രിപ്പയർ ആയി കഴിഞ്ഞത് 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാർ ഉണ്ട്. അവർ 3 പേരുണ്ട്. അവരൊക്കെ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മേയർക്കും ഒരു ഡെപ്യൂട്ടി മേയർക്കും മാത്രമേ ഒരു സമയം തുടരാൻ പറ്റുള്ളൂ. ഇപ്പോൾ 2 ഉണ്ട്. ഇനി വേറൊരു കാര്യം കൂടി, മേയർ എന്നുള്ള നിലയ്ക്ക് ഈ ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിൽ ഞങ്ങളുടെ ആലോചനയിൽ വന്നിട്ടുണ്ട്. ഈ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ റെസ്പോണ്ടൻസ് ആയിട്ട് പോയ വന്ന കൗൺസിലർമാരുടെ പേരുകളല്ലാതെ മറ്റു ചിലർ കൂടി ചില ദൈവങ്ങളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും 101 പേർക്കും ഈ വിധി ആപ്ലിക്കബിളാണ്. അപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത സമയത്ത് അവരെ കൂടി ഇതിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതിനെക്കുറിച്ചും ആലോചിക്കും, അതിൻ്റെ നിയമവശങ്ങൾ ആലോചിക്കും. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.